ശബരിമലയിൽ സുഗമമായ ദർശനം നടത്തിയ തീർത്ഥാടകർ ഇന്നലെ മല കയറിയത് 80,000-ൽ താഴെ തീർത്ഥാടകരാണ്. പമ്പയിൽ നിന്നുള്ള നിയന്ത്രണം തുടരുകയാണ്. അതേസമയം സന്നിധാനത്ത് ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. വിനോദ് സന്നിധാനത്ത് നിന്നും വിവരങ്ങളുമായി ചേരും. വിനോദ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ കുറേ നാളുകളായി ശബരിമലയിലാണ്. ശബരിമലയിലെ വിശേഷങ്ങൾ, വിവരങ്ങൾ, തിരക്കുകളെല്ലാം കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എങ്ങനെയാണ് ശബരിമലയിൽ? ഇന്നലെ എനിക്ക് തോന്നുന്നു ഞായറാഴ്ചയായിട്ട് പോലും വലിയൊരു പ്രശ്നമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോയി അല്ലേ? ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? ഭവ്യ, തിരക്ക് രാവിലെ ഉണ്ട്. ഇന്ന് പുലർച്ചെ 3 മണിക്ക് നട തുറന്നത് മുതൽ പമ്പയിൽ നിന്ന് ഭക്തരുടെ തിരക്കുണ്ട്. പക്ഷേ സാധാരണ ഒരു തിരക്കാണ്. അങ്ങനെ അനിയന്ത്രിതമായ തിരക്ക് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസവും 80,000 പേരാണ്, 80,000-ൽ താഴെ 79,000 പേരാണ് കഴിഞ്ഞ ദിവസം മല കയറിയത്. നിലവിൽ ദേവസ്വം ബോർഡിന്റെ കണക്കനുസരിച്ച് തന്നെ 90,000 പേരെ കയറ്റാൻ കഴിയുന്ന ഒരു നിലയുണ്ട്. കോടതിയുടെ 5,000 സ്പോട്ട് ബുക്കിംഗ് എന്ന തീരുമാനം കോടതി മാറ്റിയിരുന്നു. എങ്കിൽ തന്നെയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരാണ് കൂടുതലുമായി ഇവിടേക്ക് എത്തുന്നത്. കേരളത്തിൽ നിന്നുള്ളവരുടെ എണ്ണം താരതമ്യേന കുറവാണ്. ഇന്ന് രാവിലെ തിരക്കുണ്ട്. എല്ലാ ദിവസവും രാവിലെ ഇതൊരു കാഴ്ച തന്നെയാണ്, വലിയ തിരക്ക്. അതായത് രാത്രി വന്ന് നിലയ്ക്കലിൽ സ്റ്റേ ചെയ്യുന്ന ആളുകളുണ്ട്. രാത്രി മല കയറി ദർശനം 11 മണിക്ക് ശേഷം ദർശനം കിട്ടാതെ സന്നിധാനത്ത് വിരിയിൽ തുടരുന്ന ഭക്തരുണ്ട്. ഈ ഭക്തരെല്ലാം തന്നെ രാവിലെയാണ് ദർശനത്തിന് എത്തുന്നത്. അതുകൊണ്ടാണ് പുലർച്ചെ ഒരു 3 മണി മുതൽ 9-10 മണി വരെയുള്ള ഒരു തിരക്ക്. അത് കഴിഞ്ഞാൽ തിരക്ക് വീണ്ടും കുറയുന്ന ഒരു കാഴ്ചയാണ്. അതിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കാണുന്ന ഒരു കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഹൈക്കോടതി വീണ്ടും ശബരിമല തിരക്കുമായി ബന്ധപ്പെട്ട കേസ് പരിഗണനയ്ക്കെടുക്കുന്നുണ്ട്. നേരത്തെ 5,000-ആയി സ്പോട്ട് ബുക്കിംഗ് നിജപ്പെടുത്തിയിരുന്നെങ്കിലും തൊട്ടടുത്ത ദിവസങ്ങളിൽ ദേവസ്വം ബോർഡ് കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ 5,000 എന്നതിൽ ദേവസ്വം ബോർഡിന് തീരുമാനമെടുക്കാം. ഭക്തർ കുറവാണെങ്കിൽ കൂടുതൽ ഭക്തരെ കയറ്റിവിടുന്നതിന് തടസ്സമില്ലെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ആ കേസ് വീണ്ടും എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സുപ്രധാനമായ വിധി ഇന്നത്തെ ഈ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. കാരണം ഇവിടെ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ആദ്യഘട്ടത്തിൽ ചില പോരായ്മകൾ ഉണ്ടായിരുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ഇവിടുത്തെ വിവാദവുമായി ബന്ധപ്പെട്ട്, സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ട് ഭരണസമിതിയിലൊക്കെ മാറ്റമുണ്ടായത് ഏറ്റവും ഒടുവിൽ ഈ ക്രമീകരണങ്ങളെയൊക്കെ ബാധിച്ചു. കാരണം അതിന്റെ ഒരു ഏകോപനത്തെ ബാധിച്ചു. മന്ത്രിക്ക് പോലും ആദ്യഘട്ടത്തിൽ അവലോകന യോഗത്തിലൊന്നും പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. പുതുതായി ചുമതലയേറ്റ പ്രസിഡന്റിന് മുന്നിൽ കഷ്ടിച്ച് ഒരാഴ്ച മാത്രമാണ് ഉണ്ടായിരുന്നത് കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റേതായ പരിമിതികൾ ഉണ്ടായിരുന്നു. വളരെ പരിചയസമ്പന്നനാണ് എസ് ജയകുമാർ, ശബരിമലയുമായി അടുത്ത ബന്ധമുള്ള ആളാണ്. പക്ഷെ അദ്ദേഹത്തിനും പരിമിതികളുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം മറികടന്ന് ഇപ്പോൾ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അതാണ് വിനോദ്, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതായിരുന്നു. കുടിവെള്ളം പോലും കിട്ടാതെ വലഞ്ഞ മണിക്കൂറുകൾ ക്യൂ നിന്ന് ഭക്തരെയും കുട്ടികളെ അടക്കം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ പ്രശ്നത്തിനൊക്കെ ഇപ്പോൾ ഒരു പരിഹാരമായോ? കാരണം കുടിവെള്ളം എന്നുള്ളത് ഒരാളുടെ ഏറ്റവും അടിസ്ഥാന ആവശ്യമുള്ള, അപ്പൊ അതൊക്കെ ശരിയായി തുടങ്ങിയോ അവിടെ? തീർച്ചയായും ആ തരത്തിൽ തന്നെയാണ്. അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം ഭക്തർ കൂടി ചേരുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു മലകയറ്റം? തിരക്കുണ്ടായിരുന്നു. ചെറിയ തിരക്കുണ്ടായിരുന്നു. നമുക്ക് പമ്പയിൽ തങ്ങാൻ പറ്റാതെ നിലയ്ക്കലാണോ തങ്ങിയത്? നിലയ്ക്കൽ എത്ര സമയം ഉണ്ടായിരുന്നു? ഇപ്പൊ സൗകര്യം അവിടെ വന്ന ഉടനെ എങ്ങോട്ട് കയറുമ്പോ വെള്ളം ലഘുഭക്ഷണം ആരൊക്കെ? മകനും 2 മക്കളാണ്. ഇവിടുന്ന് ഇവിടെയാണ് തൃശ്ശൂർ പുതുക്കാട്. തൃശ്ശൂരാണ്. അപ്പൊ മറ്റു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല? ചെറിയ മഴ ഉണ്ടെന്ന്. ഭവ്യ, അങ്ങനെ തന്നെയാണ്. മറ്റ് ബുദ്ധിമുട്ടൊന്നുമില്ല. അവർക്ക് നിലയ്ക്കലിൽ കൂടുതൽ സമയം കാത്തു നിൽക്കേണ്ടി വരുന്നില്ല. കാരണം നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് ഒരുപക്ഷെ കൂടുതൽ ആളുകൾ വന്നു കഴിഞ്ഞാൽ അവർ കുറെ സമയമെങ്കിലും നിലയ്ക്കൽ കാത്തു നിൽക്കേണ്ടി വരുമെന്നതാണ്. പക്ഷെ അങ്ങനെ അവിടെ കാത്തു നിൽക്കേണ്ടി വരുന്നില്ല. പമ്പയിൽ വന്നാൽ സ്നാനം കഴിഞ്ഞ് ഉടൻ തന്നെ സന്നിധാനത്തേക്ക് വരാൻ കഴിയുന്ന ഒരു സാഹചര്യമെന്നാണ് അവിടെ നിന്നെത്തിയ ഭക്തർ പറയുന്നത്. അങ്ങനെയെങ്കിൽ കൂടുതൽ ഭക്തർക്ക് ഇവിടേക്ക് വരാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കാര്യം തന്നെയായിരിക്കും ഇന്ന് ഹൈക്കോടതിയെ ദേവസ്വം ബോർഡ് ബോധ്യപ്പെടുത്തുന്നതും. ഭവ്യ, സന്നിധാനത്ത് നിന്ന് വിനോദാണ് വിവരങ്ങൾ നൽകിയത്.